ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു Minnuztastykitchen. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയുടെ റെസിപ്പി കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്ക കറിയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് മാത്രം മതിയാവും നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട. മാത്രമല്ല ഒട്ടും തന്നെ വെണ്ടയ്ക്ക കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പോലും ഇങ്ങനെയൊന്ന് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കഴിക്കും. കാരണം അതിനകത്ത് ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാതെ നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു തവണ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമ്മുടെ അടിപൊളി കറി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ വെണ്ടയ്ക്ക കറിക്ക് മെയിനായിട്ട് വേണ്ടത് വെണ്ടയ്ക്കയാണ്. ഞാനിവിടെ വെണ്ടയ്ക്ക നല്ലതുപോലെ തന്നെ കഴുകി ശരിക്കും വെള്ളമൊക്കെ കളഞ്ഞ് തുടച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ശരിക്കും വെള്ളം കളഞ്ഞിട്ട് വേണം ഇങ്ങനെ വെണ്ടയ്ക്ക കറി ഉണ്ടാക്കുമ്പോൾ വെണ്ടയ്ക്ക എടുക്കാനായിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വെണ്ടയ്ക്കൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഒരു വെണ്ടയ്ക്ക രണ്ടായിട്ടൊന്നുമല്ല, വലിയ വെണ്ടയ്ക്കാണെന്നുണ്ടെങ്കിൽ 4 വരെ നമുക്ക് കട്ട് ചെയ്യാം. ഇനിയിപ്പോൾ തീരെ ചെറിയ വെണ്ടയ്ക്കാണെന്നുണ്ടെങ്കിൽ 2 മാത്രം കട്ട് ചെയ്താൽ മതി. കണ്ട് നമ്മുടെ ഒരു കൈവിരലിൻ്റെ നേർപകുതി അത്രയേ ഉള്ളൂ. അത്ര ചെറുതായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ കറി വെച്ച് കഴിയുമ്പോൾ കാണാനാണെങ്കിലും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ തീരെ അങ്ങ് ചെറുതായി പോകരുത്, ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു തേങ്ങയുടെ അരപ്പും കൂടിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ ചിരകിയതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ തേങ്ങ ഏകദേശം 1 കപ്പ് തേങ്ങയുടെ എടുത്തിട്ടുണ്ട്. ഇത് മതിയാവും. അപ്പോൾ ഒരു ചെറിയ മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ഈ തേങ്ങയുടെ ഒപ്പത്തിന് വെള്ളം നിർത്തി നല്ലതുപോലെ തന്നെ നമുക്ക് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. പതുക്കെ ഒന്ന് അരച്ചാൽ പോരാ, ശരിക്കും നല്ല പേസ്റ്റ് ആവുന്ന രീതിയിൽ തന്നെ വേണം അരയ്ക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പേസ്റ്റ് ആവുന്ന രീതിയിൽ തന്നെ വേണം കേട്ടോ അരച്ചെടുത്തുകൊണ്ട് വരാനായിട്ട്. ഇനി നമ്മുടെ ഈ തേങ്ങ അരപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിക്കായിട്ട് വേണ്ടത് ഒരു ചെറിയൊരു സവാളയും അതേപോലെ തന്നെ 2 പച്ചമുളകുമാണ്. അപ്പോൾ 2 പച്ചമുളക് ഞാൻ ചെറുതായിട്ട് നീളത്തിൽ ഒരു 3-4 കീറിയെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ സവാളയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുള്ളി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ആണെങ്കിലും ഒരുപാട് വലിയ സവാളയൊന്നും വേണ്ട, വലുതാണ് എന്നുണ്ടെങ്കിൽ നേർപകുതി മാത്രം എടുത്താൽ മതിയാവും. അതിനുശേഷം നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അടുത്തേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ നാടൻ കറിക്കൊക്കെ എപ്പോഴാണെങ്കിലും വെളിച്ചെണ്ണ തന്നെ ചേർത്തിട്ട് വേണം കറി ഉണ്ടാക്കാനായിട്ട്. അതാണ് ശരിക്കും ടേസ്റ്റ് വരുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്കയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെണ്ടയ്ക്ക് ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ ഇങ്ങ് പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ തുടച്ച് കളഞ്ഞത്. നമ്മൾ വെണ്ടയ്ക്കയിലുള്ള വെള്ളം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചോ നന്നായിട്ടൊന്ന് തുടച്ച് കളഞ്ഞിട്ട് വേണം നമ്മളിങ്ങനെ വെളിച്ചെണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാടങ്ങ് മൊരിയിച്ചൊന്നും എടുക്കണ്ട. ഇങ്ങനെ മൊരിയിച്ചെടുക്കുമ്പോൾ ആ വഴുവഴുപ്പൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു മീഡിയത്തിലിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ വെണ്ടയ്ക്കയിലേക്കൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് ചൂട് കയറി വന്നാൽ മാത്രം മതിയാവും. ഒരുപാടങ്ങ് മൊരിയിച്ച് കളറൊന്നും മാറ്റിയെടുക്കണ്ട, ശരിക്കും അങ്ങ് ഫ്രൈ ഒന്നും ആക്കിയെടുക്കണ്ട കേട്ടോ. നന്നായിട്ട് ചൂട് കയറി വന്നാൽ മതി. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് നമുക്കങ്ങ് മാറ്റി കൊടുക്കാം. അതിനുശേഷം അതേ പാനിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇത്രയും ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കാം. ഞാനങ്ങ് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും അതേപോലെ തന്നെ പച്ചമുളകും കീറിയതുണ്ടല്ലോ, അത് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ട സവാള ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയൊരു കൈപ്പിടി അത്ര മാത്രമേ ഉള്ളൂ, ഒരുപാടൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതിനുശേഷം ഒട്ടും തന്നെ കരിയാതെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ സവാള കുറച്ചുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഗ്യാസ് ഒരു മീഡിയത്തിൽ ഇട്ടാൽ മതി. നമ്മുടെ സവാളയൊക്കെ പതുക്കെ ഒന്ന് വാടി ചെറിയതായിട്ടൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരേ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരുപാട് എരിവൊന്നും ഇല്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ എടുത്തത്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി പൊടികളൊന്നും ഒട്ടും തന്നെ കരിയാതെ നന്നായിട്ട് തന്നെ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടികൾ ഒട്ടും തന്നെ കരിയാതെ നന്നായിട്ട് ഇളക്കി പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളവും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള വെണ്ടയ്ക്കയുടെ അളവിന് ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. വെണ്ടയ്ക്ക കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് മാത്രം മതിയാകും. കൂടെ തന്നെ ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളമാണ്, അതും ഒരു 1/2 കപ്പ് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ പതുക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഇങ്ങും ഉപ്പ് ചേർത്തുണ്ടായിരുന്നില്ല.
ഇനിയിപ്പോൾ നമ്മുടെ ഈ തേങ്ങാരപ്പ് നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ അരപ്പൊക്കെ ആണെങ്കിൽ ശരിക്കും തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക ഈ സമയം നമുക്ക് ഈ അരപ്പിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ഒട്ടും തന്നെ വഴുവഴുപ്പൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അരപ്പിൻ്റെ കൂടെ കിടന്ന് നമ്മുടെ വെണ്ടയ്ക്കയും നന്നായിട്ടൊന്ന് മിക്സായി ശരിക്കും ഒന്ന് വെന്ത് വരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വെണ്ടയ്ക്കയും അതേപോലെ തന്നെ ഈ അരപ്പും ശരിക്കും ഒന്ന് തിളച്ച് വന്നതിന് ശേഷം വേണം നമ്മൾ ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി വെക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വെണ്ടയ്ക്കയും കൂടി ചേർന്ന് ശരിക്കും ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ തേങ്ങാരപ്പും അതേപോലെ തന്നെ വെണ്ടയ്ക്കയും ശരിക്കും തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി നമുക്കിതങ്ങ് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റെങ്കിലും വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് അവിടെ നിന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കടുക് താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു 5-6 വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചുമന്നുള്ളിയും ഒരു 3 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക് വെന്ത് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ കടുക് താളിക്കാനായിട്ട് അരിഞ്ഞ് വെച്ചാൽ പെട്ടെന്ന് കടുക് താളിച്ചെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഇടയ്ക്ക് 2-3 തവണ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ അത്യാവശ്യത്തിനൊന്ന് കുറുകി ശരിക്കും എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വെണ്ടയ്ക്കാണെങ്കിലും അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ തേങ്ങാരപ്പാണെങ്കിലും നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനിയും ഇത് ഒരുപാടങ്ങ് കുറുകി ശരിക്കും തിക്കായിട്ട് പോകാനായിട്ട് നിൽക്കരുതേ. കാരണം തേങ്ങാരപ്പായതുകൊണ്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ കറി ഒന്നും കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ ഇപ്പോഴേ ഭയങ്കരമായിട്ട് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ ചാറില്ലാതെ ഭയങ്കരമായിട്ടങ്ങ് കട്ടിയായി പോകും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് അടുപ്പത്തു നിന്ന് വാങ്ങി വയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു താളിപ്പ് റെഡിയാക്കലാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് വെളിച്ചെണ്ണയാണ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കടുക് താളിക്കുമ്പോൾ വെളിച്ചെണ്ണ എപ്പോഴും കുറച്ച് മുന്നിൽ നിൽക്കുന്നതായിരിക്കും കേട്ടോ ഏതൊരു കറിക്കാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാകുന്നത്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് കടുകും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതേപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഉണ്ടല്ലോ അത് നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. നമ്മൾ കറിക്ക് കടുകൊക്കെ തളിക്കുമ്പോൾ എപ്പോഴും ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ വെക്കണം. കാരണം നമ്മുടെ ഉള്ളിക്കൊന്നും ആണെങ്കിലും ഒട്ടും തന്നെ കനം ഇല്ലാത്തതാണ് കറിവേപ്പിലും വറ്റൽമുളകും ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി ആ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ ഒക്കെ പച്ചമണം മാറി പതുക്കെ ഒന്ന് കളറൊക്കെ മാറി ചെറിയൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ടാണ് നമ്മൾ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അതിനുശേഷം നമ്മുടെ കറിയിലേക്ക് നമ്മൾ ആ താളിപ്പങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മൾ കറിക്കൊക്കെ താളിപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അപ്പോൾ തന്നെ ഈ അടപ്പങ്ങ് മൂടി വെക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ താളിപ്പിൻ്റെ മണം പുറത്തേക്ക് പോകും. അപ്പോൾ ആ മണം ശരിക്കും ആ കറിയിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റെങ്കിലും അതങ്ങനെ തന്നെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ കറി എന്നല്ല ഏത് കറിയാണെങ്കിലും നന്നായിട്ടൊരു 5 മിനിറ്റ് മൂടി വെക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു 5 മിനിറ്റിന് ശേഷമൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ താളിപ്പൊക്കെ ആ കറിയിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി ശരിക്കും എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ കാശ്മീരി റെഡ് ചില്ലി ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ചേർക്കണ്ട. കാശ്മീരി ആണെങ്കിൽ മാത്രം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ ഒന്നും കൂടി ഒന്ന് കുറുകി നമ്മുടെ കറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പറയുന്നത്, ഇനി തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും നമ്മുടെ ഈ കറി. അപ്പോൾ ഗ്രേവി ഒരുപാടങ്ങ് കുറുക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെണ്ടയ്ക്ക കറി എന്ന് പറയുന്നത്. നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ആണെങ്കിലും ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോകാതെ ചെറിയൊരു എരിവോട് കൂടിയിട്ടുള്ള ഒരു നല്ലൊരു ഒഴിച്ചുകറി തന്നെയാണ് കേട്ടോ. അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡിൽ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ അടിപൊളി കറി തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ കമൻസൊക്കെ അറിയിക്കുക. മാത്രമല്ല നമ്മുടെ ഈ കറിക്ക് മുമ്പായിട്ട് വേറെയും നമ്മുടെ ചാനലിൽ ഒരുപാട് കറി റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചോറിനും അതേപോലെ തന്നെ അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറീസ് ഉണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. കൂടെ തന്നെ നമ്മുടെ ഈ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാൽ മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ബെല്ലൈക്കണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴായിരിക്കും നോട്ടിഫിക്കേഷനൊക്കെ ആണെങ്കിലും കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ ഈ വെണ്ടയ്ക്ക കറിയൊക്കെ കൂടി നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കാം. നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.